നമസ്കാരം. ക്യാപ്റ്റൻസ് കാഴ്ചപ്പാടുകൾ എന്ന ചാനലിലേക്ക് സ്വാഗതം. പണ്ടുകാലത്ത് കുടുംബങ്ങളൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നു. അപ്പോൾ കാരണന്മാരും മുത്തച്ഛന്മാരും മുത്തമ്മമാരൊക്കെ പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കും. പല കഥകളും പറയും, പഴഞ്ചൊല്ലുകൾ പറയും. ഇങ്ങനെ പിള്ളേർക്ക് ഇത് കേട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു. അതെല്ലാം ഒരു വിദ്യാഭ്യാസമായിരുന്നു. അപ്പം അന്നൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, ആളെ കുരങ്ങ് കളിപ്പിക്കരുത്. അപ്പം ഈ വഴിയോര സർക്കസുകളൊക്കെ ഉള്ള കാലത്ത് അവരുടെ ഈ കുരങ്ങും പാമ്പും ഒക്കെ ഉണ്ട്. പാമ്പ് കളിപ്പിക്കുന്നവർ നമ്മൾ പാമ്പാട്ടി എന്ന് പറയും. അതുപോലെ കുരങ്ങന്മാരുണ്ട്. ഇവരൊരു പാട്ട് പാടും, കുഴലൂതുമ്പോൾ ഈ കുരങ്ങ് ഡാൻസ് ചെയ്യുന്നതിനാണ് ആടിക്കളിക്കുക എന്ന് പറയും. ഇപ്പം ചില മനുഷ്യന്മാരുമുണ്ട്, മറ്റുള്ളവർ പറയുന്ന കേട്ട് തുള്ളും ചാടും. അതിനാണ് ആള് കുരങ്ങ് കളിപ്പിക്കുക എന്ന് പറയും. അപ്പം മലയാളികൾ ആണ് ഇതിൽ അഗ്രഗണ്യന്മാർ കുരങ്ങ് കളിക്കാൻ. അതുകൊണ്ടാണ് വാനരപ്പട ഇവിടെ വന്നിട്ട് ശ്രീലങ്കയിലൊക്കെ പോയെന്നൊക്കെയുള്ള കഥകൾ വന്നു. അപ്പോൾ വാനരന്മാർക്ക് അധിവസിക്കാൻ പറ്റിയ താവളമാണ് നമ്മുടെ നാട്. ഒരു കഥ കേൾക്കാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. അത് പൈങ്കിളി കഥകളാണെങ്കിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. സെക്സ് ദാരിദ്ര്യം മലയാളികളുടെ ഇടയിൽ ധാരാളമാണ്. അതിന് കാരണം പാർട്ട്നേഴ്സ് പകുതി മുക്കാലും വിദേശത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ടാലും രസിക്കുക എന്നുള്ളതാണ് ഇവർക്ക് താല്പര്യം കൂടുതൽ. ഇതിൽ ഈ വന്യമൃഗങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ കാർണിവോറസ് ആനിമൽസ് ഉണ്ട്, ഹെർബിവോറസും ഉണ്ട്. ഇപ്പോൾ 100 മാൻകൂട്ടങ്ങളോ 100 ഡിയേഴ്സോ അല്ലെങ്കിൽ ബഫലോസോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ ലയൺ മതി, അല്ലെങ്കിൽ ഒറ്റ ചെന്നായ് മതി ഇതുങ്ങളെ ആക്രമിക്കാൻ. ഈ ചെന്നായ്ക്കളും സിംഹവും അല്ലെങ്കിൽ പുലി എല്ലാം ആക്രമിക്കുന്നുണ്ട് കൂട്ടത്തോടെ. അവർ 10-15 എണ്ണം ഉണ്ട്, എല്ലാവരും ഒന്നിച്ച് ആക്രമിക്കും, ഒരേനെ ആക്രമിക്കും, ഓടിച്ചിട്ട് അതിനെ പിടിക്കുന്നോണം വരെ. എന്ന് പറഞ്ഞാലാണ് നമ്മുടെ നാട്ടിൽ CPM-കാർ അവരെ കിട്ടി എല്ലാവരും ആക്രമിക്കും, എതിർ കക്ഷിയിലുള്ളവരാണല്ലോ. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന വാനരന്മാരുടെ ഒരു പാർട്ടിയാണ്. ഇവര് കുരങ്ങ് കളിപ്പിക്കാനായിട്ട് ഒരുത്തിനെയും ഇട്ടുകൊടുത്തു. എന്നിട്ട് ഇവര് CPM-കാരോട് മത്സരിക്കുകയാണ്, ആരാണ് കൂടുതൽ ഇയാളെ അറ്റാക്ക് ചെയ്യുന്നത് കൂട്ടമായി. അപ്പൊ കോൺഗ്രസിലെ കുറെ വനിതാ താരങ്ങളുണ്ട്. ഇവരുടെയൊക്കെ ഭർത്താക്കന്മാരില്ലാത്തതുകൊണ്ട് ഇവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് തീർത്താൽ തീരാത്ത പകയാ. കാരണം ഇവന് ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിട്ട് ഭണ്ഡാരം തുറന്നിട്ടിരുന്നിട്ട് ഇവൻ പോകുന്ന LGBT-യുടെ കൂടെ, അല്ലെ LGBT-കാരോടാണ് താല്പര്യമുണ്ടെന്ന് പറയുന്നത്. അവർക്ക് സഹിക്കത്തില്ല. അപ്പൊ അവരും ആക്രമിക്കാൻ കൂടുന്നു. ആരുടെ കൂടെ? വേട്ടക്കാരായ CPM-കാരുടെ കൂടെയും കൂടുക. CPM-കാരെന്ന് പറഞ്ഞാൽ ഇവര് വേട്ടക്കാരെ ഉള്ള ആ പാർട്ടിയിൽ. അതല്ല അതിൻ്റെ കൂടുതൽ രസം. നമ്മുടെ പത്മജ വേണുഗോപാൽ, പത്മജയുടെ അച്ഛൻ ഒരു നായാട്ടുകാരനായിരുന്നു. ഒരു സിനിമാ നടി, കല്ലറ ശാരദയുടെ മകൾ ഒരു സിനിമാ നടിയുണ്ട് ഇവിടെ. അത് കരുണാകരന്റെ മകളാന്നാ പറയുന്നത്, പത്മജയുടെ അനിയത്തിയാണ്. ആ പത്മജയാണ് സ്ത്രീകൾക്ക് കോൺഗ്രസിൽ തുടരാൻ പറ്റിയല്ല, കോൺഗ്രസിൽ ഭയങ്കര ആക്രമണമാണെന്ന് പറയുന്നത്. എന്തൊരു മനുഷ്യരായി ഇവര്. ാണ് BJP നരേന്ദ്രമോദി പറയുന്ന കോൺഗ്രസ് മുക്ത് ഭാരതം സൃഷ്ടിക്കണം. ഈ പാർട്ടിക്ക് പറ്റിയ സ്ഥലം, ഇവരുടെ നേതാവും മോശമില്ല, രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി വരെ വിദേശ പര്യടനത്തിന് പോകുന്ന ഓരോ കൂട്ടുകാരികളുടെ കൂടെയാണ്. അവൻ പോയി ഇറ്റലിയിലെ പ്രധാനമന്ത്രിയാകട്ടെ. ഇവിടെ രമേശ് ചെന്നിത്തലയും VD സതീശൻ ഇവരൊക്കെ പോയി വല്ല ശബരിമല പോയിട്ട് വല്ല പൂജാരിയാകട്ടെ. എന്നുവെച്ചാൽ ഇവരെ ഒന്നും നാട്ടുകാർക്ക് യാതൊരു ഗുണവും ഇല്ലാത്തവരാണ്, യാതൊരു ആവശ്യമില്ല. ഈ കേട്ട പാതി കേൾക്കാതെ പാതി വിശ്വസിക്കുക എന്ന് പറയുന്നതിൽ മലയാളികൾക്കൊരു ത്രില്ലാണ്. അതാണ് ഇവർ പോയിട്ട് എല്ലാ ചതിക്കുഴിയിലും, ലോകത്തുള്ള ഫ്രോഡുകാർ എന്ത് തട്ടിപ്പ് നടത്തുന്നതിലും തട്ടിപ്പിന് എവിടെയാ ഉള്ളതെന്ന് ചോദിച്ച് ഇവരില്ല. വെച്ചാൽ ഇവർ കേട്ട പാതി കേൾക്കാത്ത പാതി ഇത് വേറെ ആരും ഗ്രാബ് ചെയ്യുന്നതിനപ്പുറം ഗ്രാബ് ചെയ്യണം. ജോലി തട്ടിപ്പിന് ആ ജോലി വേറെ ആരും കൊണ്ടുവന്നതിന് പോകും. ഒരു പണം ഇരട്ടിപ്പാണ് മറ്റാർക്കും കിട്ടുന്നതിന് മുമ്പേ എനിക്ക് കിട്ടും. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ബീഹാറിലെയും നൈജീരിയയിലെ ആൾക്കാരാണ് നമ്മുടെ ഇവിടെ ഉള്ളവരെ പറ്റിച്ചുകൊണ്ട് പോകുന്നത്. തിരുവനന്തപുരത്ത് ഒരു 6 മാസം മുമ്പ് 3 കോടി രൂപ ഓൺലൈൻ ട്രേഡിങ്ങിൽ പോയെന്നും പറഞ്ഞ് പോലീസിൽ ഒരു പരാതി കൊടുത്തു. 6 മാസമായിട്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അതേ തട്ടിപ്പ് പാർട്ടി വേറൊരു
മുഖംമൂടി അടിഞ്ഞു വന്നിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് 12 കോടിയും കൂടെ തട്ടി. അങ്ങനെയുണ്ട്. തട്ടിപ്പിന് ഇരയാകാൻ മലയാളികളുടെ ബിരുദ്. ഈ ബിരുദം എന്ന് വെച്ചാൽ കേട്ട പാതി കേൾക്കാത്ത പാതി, ഒരു റാഷണൽ തോട്ട് ഒന്നിനും കൊടുക്കത്തില്ല. ഒന്നിനും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും കണ്ടിട്ടില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി, മറ്റുള്ളവനെ തോപ്പിച്ച് മിന്നലെത്തണം. 15 കോടി പോയ ആള് ഗൾഫിലെങ്ങാണ്ട് 30 വർഷം സെർവ് ചെയ്തിട്ട് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തുണ്ടാക്കിയ പണമാണെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ആകാൻ വഴിയില്ല. അവിടെ നിന്ന് തട്ടിച്ചുകൊണ്ട് വന്ന പണമായിരിക്കണം. എന്നുവെച്ചാൽ ദൈവം ഒരാൾ മുകളിലുണ്ടല്ലോ ഇതെല്ലാം കാണാൻ. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ചത് വേറൊരു മോഷ്ടാക്കൾ വന്നെടുത്തോണ്ട് പോകും. ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്തൊരു കാസർഗോഡുള്ള ഒരു ഫെഡറൽ ബാങ്കിൻ്റെ മാനേജർ പറഞ്ഞു, അവിടെ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ ലക്ഷങ്ങൾ തുടരെയായിട്ട് ബോംബെയിൽ ഒരു പാർട്ടിക്ക് പോകുന്നു. അങ്ങനെ വലിയൊരു എമൗണ്ടിൻ്റെ ഒരു 10 ലക്ഷത്തിന് വന്നപ്പോൾ ഈ ബാങ്കുകാർ ഇയാളെ വിളിച്ച് ചോദിച്ചു, ഇത് ആർക്കാ കൊടുക്കുന്നത്, എങ്ങോട്ടായി പണം പോകുന്നത്? അത് പറഞ്ഞ് എനിക്ക് പരിചയമുള്ള ആളാണ്. അവർ പറഞ്ഞു, ബാങ്ക് മാനേജർ പറഞ്ഞു, ഇത് വിശ്വസിച്ച് ഇത് തട്ടിപ്പ് കാണും, സൂക്ഷിക്കണേ. എനിക്ക് തട്ടിപ്പൊന്നും ഇല്ല, എനിക്ക് അറിയാവുന്ന ആൾക്കാണ് കൊടുക്കുന്നത്. കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ട്രാൻസാക്ഷൻ ഇതുപോലെ നടന്നു കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ വന്ന് പറഞ്ഞു, മാനേജർ സാറേ എൻ്റെ പൈസ മുഴുവൻ പോയി. അതായത് വാണിംഗ് കൊടുത്താലും തലയിൽ കയറിയല്ലാത്ത ഏക മനുഷ്യ ജാതി എന്ന് പറയുന്നത് ഇവിടുത്തെ വാനരന്മാരാണ്. വാനരന്മാരായതുകൊണ്ടാണ് തലയിൽ കയറിയത്. ഞാൻ പറഞ്ഞില്ല, അവർ കുരങ്ങ് വേറൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. നമ്മൾ എന്തേലും അവരുടെ കയ്യിൽ നമ്മുടെ ഒരു സാധനം അവരെടുത്തോണ്ട് പോകും. കുരങ്ങ് ഒരു തൊപ്പി എടുത്തോണ്ട് പോകുന്നത്. നമ്മൾ ഇവിടുന്ന് വേറെ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞാൽ മതി, അവനെ നമുക്കിട്ട് തിരിച്ചറിയാനായിട്ട് അന്നേരം അത് അവൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എടുത്ത്. എന്ന് പറഞ്ഞാൽ മലയാളികൾ എക്സാക്ട്ലി എന്തേലും ഒന്ന് കേട്ടാൽ അത് വിടത്തില്ല, മറ്റവരുടെ മുമ്പേ അവർ ചാടി വീഴും. അതുകൊണ്ടാണ് വാനരന്മാരെന്ന് ഞാൻ പറഞ്ഞത്. ഒരു കൊതുകിൻ്റെ അത്രയും വിവേചന ബുദ്ധി ഇല്ല. ഒരു കൊതുകാണെ തന്നെ നമ്മൾ കൊതുക് റാക്കറ്റ് ബാറ്റുണ്ടല്ലോ, ഹണ്ടറിൻ്റെ ഓൺ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കൊതുകിനേറി അതിൻ്റെ മുകളിൽ ചേർക്കാൻ അതിൻ്റെ എലുപ്പ് കേൾക്കുമ്പോൾ ഡേഞ്ചറസാണ്. പക്ഷെ അത്രയും വിവേചന ബുദ്ധി മലയാളികൾക്ക്. അതുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെ ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ ഇറങ്ങിത്തിരിക്കുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടം നോക്കിക്കൂ, അതിശക്തൻ. അടുത്ത തവണ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പാലക്കാട് മത്സരിച്ച രാഹുൽ മാങ്കൂട്ടം ജയിച്ചിരിക്കും, യാതൊരു സംശയവും ഇല്ല. എന്നുവെച്ചാൽ ഈ നാരിത്തരം കാണിക്കുന്ന പാർട്ടി നിൽക്കുന്നേക്കാളും നല്ലത് സ്വതന്ത്രനായിട്ട് നിൽക്കും. നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ക്യാപ്റ്റൻ ജോയ്.